അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൗലാന മൗദൂദിയുടെ പ്രത്യയശാസ്ത്ര വിമർശനങ്ങൾ എന്ന വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. മൗലാന മൗദൂദിയുടെ രചനകളിൽ നല്ലൊരു ശതമാനം ജീവിത സങ്കല്പത്തെക്കുറിച്ചും ലോകവീക്ഷണത്തെക്കുറിച്ചും പ്രാപഞ്ചിക സങ്കല്പത്തെക്കുറിച്ചുമെല്ലാം വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള വിഷയങ്ങളിലേക്ക് കടന്നു വരുന്നത്. കാരണം മൗലാന മൗദൂദിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അദ്ദേഹം ഇസ്ലാമിനെ സമർപ്പിച്ചത് തന്നെ ഒരു ജീവിത വ്യവസ്ഥ എന്ന നിലയിലാണ്. മൗലാന മൗദൂദി ജീവിക്കുന്ന കാലഘട്ടത്തിൽ വിവിധ തരത്തിലുള്ള പ്രത്യയശാസ്ത്രങ്ങൾ ഉടലെടുത്ത ഒരു പശ്ചാത്തലവും കൂടിയായിരുന്നല്ലോ. അതിൽ ധാരാളം, പ്രത്യേകിച്ച് മുസ്ലിം ജനസമൂഹങ്ങൾക്കിടയിൽ വളരെ ദുരവ്യാപകമാവുന്ന തരത്തിൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ച പല പ്രത്യയശാസ്ത്ര ചിന്തകളും ആ സമയത്ത് രൂപക്കൊണ്ടിരുന്നു. അത് വിശ്വാസികൾക്കിടയിൽ തന്നെ ശരീഅത്തിനോടും ഇസ്ലാമിനോടും, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഒരു സമകാലികതയോടും വല്ലാത്ത ഒരു മടുപ്പ് തോന്നുന്ന, അറപ്പ് തോന്നുന്ന തരത്തിലേക്ക് ചിന്തകൾ വ്യാപിക്കുന്ന ഒരു പശ്ചാത്തലവും കൂടിയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇസ്ലാം എങ്ങനെയാണ് ലോകത്തെ കാണുന്നത്, പ്രപഞ്ചത്തെ കാണുന്നത്, സൃഷ്ടാവിനെ, ദൈവത്തെ കാണുന്നത്, അതിൻ്റെ കൂടെ മനുഷ്യനെ എങ്ങനെയാണ് ഇസ്ലാം കാണുന്നത് എന്നുള്ള ചിന്തകൾക്ക് മൗലാന മൗദൂദി പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിരവധി രചനകൾ തന്നെ നടത്തുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യവസ്ഥ എന്ന തലത്തിലുള്ള മൗലാന മൗദൂദി ആ ഒരു അടിസ്ഥാനത്തിൽ രചിച്ച കൃതികളാണ്. ഇസ്ലാമിൻ്റെ ജീവിത വ്യവസ്ഥ, ഇസ്ലാമിൻ്റെ സാമൂഹിക വ്യവസ്ഥ, സാമ്പത്തിക വ്യവസ്ഥ, ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥ, ആത്മീയ സങ്കല്പം, പരലോകം, മരണാനന്തര ജീവിതം, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ നീതി, സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സാമ്പത്തിക നിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ തന്നെ സാമൂഹികമായ ഇടപാടുകളെക്കുറിച്ചിട്ടുള്ള വിഷയങ്ങൾ, ഇതര വിവിധ പ്രത്യയശാസ്ത്രങ്ങളോട് ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട വിഷയങ്ങൾ, ഒരു മുസ്ലിം ആരാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ, ഇങ്ങനെ നീണ്ട വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ച മൗലാന മൗദൂദിയുടെ പ്രത്യയശാസ്ത്ര ചർച്ചകൾ തന്നെ നമുക്ക് ഈ സാഹചര്യത്തിൽ കാണുവാൻ കഴിയും. ഇത് ഞാൻ പറഞ്ഞു വന്നത്, മൗലാന മൗദൂദി അദ്ദേഹത്തിൻ്റെ ചിന്തകളെ വളരെ ലളിതമായി തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ നേരിട്ട ആ ഒരു സാഹചര്യത്തെ പരിഗണിച്ചുകൊണ്ട് വളരെ സുതാര്യമായ, എന്നാൽ വളരെ എളുപ്പമായ, എല്ലാവർക്കും മനസ്സിലാക്കാൻ തന്നെ തരത്തിലുള്ള ഭാഷയിൽ അദ്ദേഹം അക്കാദമിക വ്യവഹാരങ്ങൾ നടത്തി എന്നുള്ളത് നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഒരു ജീവിത വ്യവസ്ഥയാണ് എന്ന പോയിന്റിൽ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു മൗലാന മൗദൂദി ഈ പ്രത്യയശാസ്ത്രങ്ങളെയെല്ലാം വിമർശന വിധേയമാക്കിയത്. ഇസ്ലാം എന്നത് ഒരു റിച്വലുകളിൽ, ആചാരാനുഷ്ഠാനങ്ങളിൽ ഒതുങ്ങിയിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ കാണണമെന്ന് പഠിപ്പിക്കപ്പെട്ടിരുന്ന, ഒരു തരത്തിൽ ഒരു ആത്മീയമായ ഒരു പരിവേഷത്തോടു കൂടി മാത്രം ഇസ്ലാമിനെ കാണുന്ന ഒരു പ്രമുഖ വിഭാഗം മുസ്ലിങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ, അതേസമയം തന്നെ കൊളോണിയലിസത്തിൻ്റെയും മോഡേണിറ്റിയുടെയും വിവിധ പ്രത്യയശാസ്ത്രങ്ങളുടെയും സ്വാധീന ഫലമായി തന്നെ ഇസ്ലാമിനോട് ഒരു പ്രത്യയശാസ്ത്രപരമായ പ്രതിബദ്ധി കാണിക്കാത്ത ഒരു പ്രമുഖമായ ഒരു ജനവിഭാഗം മുസ്ലിങ്ങൾക്കിടയിൽ രൂപപ്പെടുന്ന പശ്ചാത്തലത്തിലും, ഈ രണ്ട് സാഹചര്യത്തിലും കൂടെയാണ് മൗലാന മൗദൂദി ഇസ്ലാം എന്നത് ഒരു ജീവിത വ്യവസ്ഥയാണ് എന്ന് തന്നെ പറഞ്ഞ് സമർത്ഥിക്കുന്നത്. അതിൽ മൗലാന മൗദൂദിയുടെ ഇസ്ലാമും ജാഹിലിയത്തും എന്ന് പറയുന്ന രചന അതിസുന്ദരമായി തന്നെ ആ രചനയിൽ മൗലാന മൗദൂദി വിശദീകരിക്കുന്നുണ്ട്. അതായത് ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ 4 തരം ജാഹിലിയത്തിനെ മൗലാന മൗദൂദി പരിചയപ്പെടുത്തുന്നു. അതിലൊന്ന് ഹമിയത്തുൽ ജാഹിലിയയാണ്. അതായത് വിദ്വേഷത്തിൻ്റെ, കോപത്തിൻ്റെ, അതുപോലെ തന്നെ കമ്മ്യൂണലിസത്തിൻ്റെയും സെക്ടേറിയനിസത്തിൻ്റെയും എന്ന് തുടങ്ങിയ പകയുടെയും പ്രതികാരത്തിൻ്റെയും വിഭാഗീയതയും അടിസ്ഥാനത്തിലുള്ള ഒരു ജാഹിലിയത്തും അതിൻ്റെ ബദലായി ഇസ്ലാമാണ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്. അതുപോലെ തന്നെ ഹുക്കുമുൽ ജാഹിലിയ, നിയമം, പരമാധികാരം, അതോറിറ്റി, ശക്തി എന്ന് പറയുന്ന വിഷയങ്ങളിലെല്ലാം
ആ ആ വിഷയങ്ങൾക്ക് ബദലായി ഇസ്ലാം തന്നെയായി വരുന്നു എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്നതിൽ ഹുക്കുമുൽ ജാഹിലിയത്തിന് ബദലായി അത് ഇസ്ലാമാണെന്ന് മൗലാന മൗദൂദി ആ രചനയിൽ പറയുന്നു. മൂന്നാമത് തബറുജുൽ ജാഹിലിയ, അതായത് സദാചാര ധാർമ്മികമായ വിഷയങ്ങളിൽ ആധുനിക സമൂഹം എത്തിച്ചേർന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ അധാർമികമായ സദാചാര വിരുദ്ധമായ ജീവിതശൈലികൾക്കപ്പുറം ഇസ്ലാം ഒരു ബദൽ നിർദ്ദേശിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ആ രചനയിൽ പറയുന്നു. നാലാമത് ലൊന്നുൽ ജാഹിലിയ, ഊഹാപോഹങ്ങളുടെയും അനുമാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ അങ്ങനെയല്ല ജീവിതത്തെ കാണേണ്ടതെന്നും ആ ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന എല്ലാ തരം ഹ്യൂമൻ മെയ്ഡ് മനുഷ്യനിർമ്മിത ആശയങ്ങൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും ഇസങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കുമെല്ലാം അടിത്തറകളൊന്നുമില്ല എന്നും അത് തകരുക തന്നെ ചെയ്യുമെന്നും, എന്നാൽ ഇസ്ലാം എന്നത് അത് ഹക്കാണെന്നും ഹക്കിൽ നിന്നുള്ളതാണെന്നും സത്യമാണെന്നും സത്യത്തിൽ നിന്നുള്ളതാണെന്നും അത് ദൃഢജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം എന്നും പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ സമർത്ഥിക്കുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് ഇസ്ലാമും ജാഹിലിയത്തും എന്ന് പറയുന്ന രചനയിൽ മൗലാന മൗദൂദി സമർത്ഥിക്കുന്നുണ്ട്. ആ ഒരു കൺസെപ്റ്റിന് മുന്നിൽ വെച്ചുകൊണ്ടാണ് മൗലാന മൗദൂദി പ്രത്യയശാസ്ത്ര വിമർശനങ്ങൾ പോലും നടത്തുന്നത്. മൗലാന മൗദൂദി ജീവിച്ചിരുന്ന സാഹചര്യം നമുക്കറിയാം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് കൊളോണിയലിസം, അറബ് ഇസ്ലാമിക ലോകത്ത് മുഴുവനും പാശ്ചാത്യ സാമ്രാജ്യങ്ങളുടെ അധിനിവേശം, അത് ബ്രിട്ടീഷ്, ഫ്രഞ്ച്, ഇറ്റാലിയൻ അടക്കമുള്ള വിവിധ രാഷ്ട്രങ്ങളും, അതുപോലെ തന്നെ അമേരിക്കയുടെ ഒരു നവലോകക്രമം രൂപപ്പെടുന്ന ഒരു പശ്ചാത്തലം പിന്നീട് 50കൾക്ക് ശേഷം അത് മൗലാന മൗദൂദി കണ്ടിരുന്നല്ലോ. ആ ഒരു പശ്ചാത്തലം, ഇതിലൂടെ രൂപപ്പെടുന്ന ഒരു വെസ്റ്റേൺ അമേരിക്കൻ കൾച്ചറിനോടുള്ള അറബ് മുസ്ലിം ഇസ്ലാമിക നാടുകളിലുള്ള ജനങ്ങളുടെ ഒരു അഭിനിവേശം, അതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ ക്രമത്തിലുള്ള ഒരു മാറ്റം, വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡ് ആയ യൂറോ സെൻട്രിക് ആയ വിദ്യാഭ്യാസം ഉണ്ടാവുന്നതോടുകൂടി ശരീഅത്തിനോടും ഇസ്ലാമിനോടും ഇസ്ലാമിൻ്റെ ധാർമ്മിക അദബ് പരമായ വിഷയങ്ങളോടും ഒരു അകൽച്ച രൂപപ്പെടുക, ശരീഅത്തിനെ തന്നെ പുനർനിർവചിക്കുന്ന തരത്തിലേക്കും ശരീഅത്തിൻ്റെ പല നിയമങ്ങൾ എടുത്തു മാറ്റണമെന്ന് പറയുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടുക. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ബ്രിട്ടീഷ് ഇമ്പീരിയലിസം മുസ്ലിങ്ങൾക്കിടയിൽ ഡിവിഷൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഖാദിയാനികളെ പോലുള്ള പുതിയ സംവിധാനങ്ങൾ രൂപപ്പെടുത്താനുള്ള ശ്രമം, ഇസ്ലാമിൻ്റെ ജിഹാദിനെ കുറിച്ചും വിവിധ ആശയങ്ങളെക്കുറിച്ചുമുള്ള തെറ്റിദ്ധാരണകൾ, ഇതിൻ്റെ ഭാഗമായി മുസ്ലിങ്ങൾക്കിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതുതായി രൂപപ്പെട്ട ഇസ്ലാമിനോടും ഇസ്ലാമിക സമ്പ്രദായങ്ങളോടും പാരമ്പര്യങ്ങളോടും ട്രഡീഷനോടും ഹദീസിനോടും ഖുർആനികമായ പല പഠനങ്ങളോടും ഒരു തരത്തിലുള്ള വെറുപ്പോ അല്ലെങ്കിൽ അനിഷ്ടമോ പ്രകടിപ്പിക്കുന്ന ഒരു പുതിയ തലമുറ, അതിനെ സഹായിക്കുന്ന തരത്തിലുള്ള പണ്ഡിതന്മാരുടെ തഫ്സീറുകൾ, അതായത് സർ സെയ്ദിനെ പോലുള്ള ആൾക്കാരുടെ ഈ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഒന്നായ മൗജിസത്ത് പോലുള്ള അത്ഭുതങ്ങളെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകൾ വളരെ നാച്ചുറലിസ്റ്റിക്കായി ഭൗതിക പദാർത്ഥ ആശയാടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്ന തരത്തിലുള്ള ഒരു മതപണ്ഡിതന്മാരുടെ സാന്നിധ്യം നമ്മുടെ ഇങ്ങ് കേരളത്തിൽ പോലും ഖുർആനിസ്റ്റുകൾ എന്ന പേരിൽ ആശയങ്ങൾ രൂപപ്പെട്ട ഒരു പശ്ചാത്തലം, അതുപോലെ തന്നെ ചേകന്നൂർ മൗലവികൾ അടക്കമുള്ള ആൾക്കാർ ഈ ഖുർആൻ സൊസൈറ്റി പോലുള്ള സംവിധാനങ്ങളൊക്കെ രൂപപ്പെടുത്തിയിരുന്നല്ലോ. ഇതുപോലെ തന്നെ അറബ് മുസ്ലിം ലോകത്തും ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലും ഇങ്ങനെയൊക്കെ ഒരു പശ്ചാത്തലം ഉണ്ടാവുന്ന സാഹചര്യത്തിലാണ് മൗലാന മൗദൂദി അന്നത്തെ ഡെമോക്രസിയെക്കുറിച്ചും സെക്യുലറിസത്തെക്കുറിച്ചും കമ്മ്യൂണിസത്തെക്കുറിച്ചും അതുപോലെ തന്നെ ലിബറൽ ചിന്താധാരകളെക്കുറിച്ചും സോഷ്യലിസത്തെക്കുറിച്ചും ഡാർവിനിസത്തെക്കുറിച്ചും അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ മുസ്ലിം സമൂഹത്തിനിടയിലും പൊതുവെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലും അതിശക്തമായി വേരൂന്നിയിരുന്ന കാഴ്ചപ്പാടുകളെ മൗലാന മൗദൂദി ഓരോരോ വിഷയങ്ങളാക്കി തന്നെ വേർതിരിച്ചുകൊണ്ട് കൈകാര്യം ചെയ്തത് നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ തഫ്ഹീമുൽ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീറിലും അദ്ദേഹം തന്നെ എഴുതിയ ബാക്കിയുള്ള ലേഖനങ്ങളിലും പ്രഭാഷണ പരമ്പരകളിലും അദ്ദേഹത്തിൻ്റെ ചോദ്യോത്തരങ്ങളിലുമെല്ലാം ഇതെല്ലാം ഇങ്ങനെ വിവിധ വിഷയങ്ങളിലുള്ള ഒരു സാഹചര്യത്തിലാണ് മൗലാന മൗദൂദി പ്രത്യയശാസ്ത്ര വിമർശനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പശ്ചാത്തലത്തിൽ വെച്ചുകൊണ്ട് വേണം മൗലാന മൗദൂദിയുടെ വിമർശനങ്ങളെ നമ്മൾ കാണേണ്ടതും. അതായത് ഒരു കൊളോണിയൽ പശ്ചാത്തലത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ മൗലാന മൗദൂദി നടത്തുന്ന വിമർശനങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ വെച്ചുകൊണ്ട് വേണം മനസ്സിലാക്കാൻ. മൗലാന മൗദൂദിയുടെ സെക്യുലറിസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സമ്പൂർണവും സമഗ്രവുമായ ഒരു ജീവിത വ്യവസ്ഥ എന്ന നിലയിൽ
ദീനിനെ സമർപ്പിക്കുമ്പോൾ അത് മനുഷ്യനിർമ്മിതമായ പ്രത്യയശാസ്ത്രങ്ങൾക്കും ആശയങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും ഒരു ബദലായിട്ടാണ് മൗലാന മൗദൂദി ഇസ്ലാമിനെ സമർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പരമാധികാരത്തെ ലംഘിക്കുന്ന ഏതൊക്കെ പ്രത്യയശാസ്ത്രങ്ങളുണ്ടോ അതെല്ലാം ഒരു തരത്തിൽ ശരിയല്ലാത്ത സാഹചര്യം കാരണമാവുകയും അതിനൊക്കെ തകരാറുകൾ സംഭവിക്കാനും ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് മൗലാന മൗദൂദി, അത് സാധ്യതകൾ എന്നതിനേക്കാളും അപ്പുറം അത് തകരാറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നത് യാഥാർത്ഥ്യമാണ് മൗലാന മൗദൂദി വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു മുഴുവൻ സംവിധാനങ്ങളെയും കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ജീവിത വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു ആശയത്തിന് വളരെ എതിരായിട്ടാണ് സെക്കുലറിസത്തെ മൗലാന മൗദൂദി വിശദീകരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഭാഗമെന്ന നിലയിൽ മൗലാന മൗദൂദി പറയുന്നത് ഈ തരത്തിലുള്ളൊരു കാഴ്ചപ്പാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ മനുഷ്യൻ്റെ ധാർമ്മിക സദാചാര മേഖലയിലുള്ള ഒരു തകർച്ചയ്ക്ക് അത് പ്രധാനപ്പെട്ട കാരണമാകുമെന്ന് മൗലാന മൗദൂദി പറയുന്നുണ്ട്. കാരണം യൂറോപ്യൻ ഹിസ്റ്ററിയുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ചർച്ച് മേധാവിത്വവും അവിടുത്തെ വിവിധ ക്രിസ്ത്യൻ രാജഭരണകൂടങ്ങളും തമ്മിലുള്ള ഒരു സംഘർഷത്തിൻ്റെ ഫലമായി ഉണ്ടാക്കപ്പെട്ട ആശയമാണ് സെക്കുലറിസം. നമുക്കറിയാം 1600കളുടെ പശ്ചാത്തലത്തിൽ വെസ്റ്റ്ഫാലിയൻ ട്രീറ്റിയുടെ അടിസ്ഥാനത്തിലാണ് സെക്കുലറിസം എന്ന് പറയുന്ന ഒരു ആശയം പ്രകടമായി വരുന്നത്. അതായത് വിവിധ ക്രിസ്ത്യൻ ഭരണകൂടങ്ങളുടെ മേൽ ചർച്ച് മേധാവിത്വം ശക്തമായ അധികാരം അത് കാണിക്കുകയും അതിൻ്റെ ഫലമായി പലതരം പ്രശ്നങ്ങൾ രൂപപ്പെടുകയും പല രാജകുടുംബങ്ങൾക്കും അവരുടെ സ്വതന്ത്രമായ ഭരണം നിർവഹണം നടപ്പിലാവാതെ വരികയും ഒരു സ്വതന്ത്രമായ ചിന്തയുടെ പ്രകാശനം തടസ്സം നേരിടുകയൊക്കെ ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ രാജകീയ ഭരണകൂടങ്ങളൊക്കെ ഒരുമിച്ച് കൂടുകയും ചർച്ച് മേധാവിത്വത്തിൽ നിന്ന് വിടുതി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. അതാണ് സെക്കുലറിസത്തിൻ്റെ ഒരു രൂപീകരണ പശ്ചാത്തലമായി പണ്ഡിതന്മാർ എഴുതി ചേർക്കുന്നത്. കാരണം ഇത് ക്രിസ്ത്യൻ കൺസെപ്റ്റിൽ തന്നെ ഉണ്ടല്ലോ, ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസണുള്ളത് സീസണും കൊടുക്കുക എന്ന് പറയുന്ന ഒരു ആശയം അത് രൂപപ്പെടുന്നതോടുകൂടി തന്നെ അത് അള്ളാഹുവിൻ്റെ, അതായത് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റിൽ സൃഷ്ടാവിന് ലഭിക്കേണ്ട പല കാര്യങ്ങളും അത് വിതരണം ചെയ്യപ്പെടുന്നു എന്നാണ് മൗലാന മൗദൂദി അതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചത്. മൗലാന മൗദൂദി ഇതുമായി ബന്ധപ്പെട്ട മഗ്രിബി തഹസീബ് ഓർ ഫാസിദ് ഉസൂൽ, ഈ വെസ്റ്റേൺ സംസ്കാരത്തിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ ഈ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. ദൈവത്തിന് മുഴുവൻ കൊടുക്കുന്നില്ല എന്ന് വെച്ചാൽ ഓരോരുത്തരും ദൈവത്തെ പ്രൈവറ്റായിട്ട് മാത്രം കാണണം, അല്ലെങ്കിൽ വിശ്വാസത്തെ പ്രൈവറ്റായിട്ട് മാത്രം കാണുമെന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും കൂടെ, ഈ മനുഷ്യന്മാരെല്ലാവരും കൂടെ ഒന്നിച്ചു കൂടുമ്പോൾ ആ ഒരു കാര്യത്തിൽ എന്ത് സംഭവിക്കും? അതായത് ഓരോരുത്തരുടെയും ഈ പ്രൈവറ്റായിട്ട് മതവിശ്വാസം സ്വീകരിക്കണമെന്ന് പറയുന്ന ഈ മനുഷ്യന്മാരെല്ലാം അത് പബ്ലിക്കായി ഒന്നിച്ചു കൂടുമ്പോൾ അവിടെ എന്തുകൊണ്ട് ദൈവത്തിന് ഒരു ഇടം നൽകുന്നില്ല എന്ന് മൗലാന മൗദൂദി ചോദിക്കുന്നത് നമുക്ക് കാണാം. അത് തന്നെയും ഈ ഒരു സെക്കുലറിസ്റ്റ് കൺസെപ്റ്റിൻ്റെ ഒരു ഫോൾട്ടായി, ഒരു പ്രശ്നമായി മൗലാന മൗദൂദി എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ തന്നെ ഇത് ഒരു തരത്തിൽ അത് അധികാരമുള്ളവൻ്റെ, അതായത് കൂടുതൽ ശക്തിയുള്ളവൻ്റെ ഒരു കേന്ദ്രമായി, ഒരു ക്ലബായി മാത്രം മാറുകയും അവനിലൂടെ വർക്കൗട്ട് ചെയ്യുന്ന ഒരാശയമായി സെക്കുലറിസം രൂപപ്പെടുകയും ചെയ്യും. കാരണം ശക്തിയുള്ളവന് നിലനിൽക്കാൻ പറ്റുന്ന ഒരു സംവിധാനം എന്ന നിലയിൽ മാത്രമായി അത് സെക്കുലറിസം മാറുക തന്നെ ചെയ്യും. കാരണം നമുക്ക് മൗലാന മൗദൂദി അത് വിശദീകരിക്കുന്നത് പ്രാക്ടിക്കലായി കണ്ട ഒരു സാഹചര്യത്തിൽ വെച്ചുകൊണ്ടാണ്. കാരണം സെക്കുലറിസം എന്നോ ഡെമോക്രസി എന്നോ പറയുന്ന ചിന്തകളൊക്കെയും തിയറിറ്റിക്കലി മഹത്തരമാണ് എന്ന് പറയുന്ന ആൾക്കാർ പോലും പ്രാക്ടിക്കലി എത്തുമ്പോൾ പ്രശ്നമാണ് എന്ന് പറയുന്ന സമ്മതിക്കുന്ന ഒരു തരത്തിലേക്ക് വരും. മൗലാന മൗദൂദി ഈ വിഷയങ്ങളെ പ്രാക്ടിക്കലി ഒരു പ്രാഗ്മാറ്റിസ്റ്റായ, അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ ചിന്തകളെ ജനസമൂഹത്തിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നതിൽ നിന്നാണ് മൗലാന മൗദൂദി ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ മൗലാന മൗദൂദി പറയുന്നുണ്ട്, ഈ തരത്തിലുള്ള ഒരു സെക്കുലർ മൈൻഡ്, അതിൻ്റെ ഒരു വളർച്ച അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ ഒരാൾ എന്താണ് ചെയ്യേണ്ടത്, അതിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് ഒരു മെറ്റാഫിസിക്കലായ ഒരു ഭൂമികയിലേക്ക്, ഒരു ഫ്രെയിംവർക്കിലേക്ക്, അതായത് മെറ്റീരിയലിസ്റ്റിക്കായ ഭൗതിക പദാർത്ഥത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിലുള്ള ഭൗതികതയുടെ കാഴ്ചപ്പാടിനേക്കാളും അപ്പുറം ഒരു മെറ്റാഫിസിക്കലായ ഭൗതികമായ ഒരു ഫ്രെയിംവർക്കിലേക്കുള്ള ഒരു മടക്കം അത്യാവശ്യമാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ പ്രപഞ്ചത്തെയും പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും ഒരു ഐക്യബോധത്തെ ആവശ്യപ്പെടുന്നതായിട്ട് മൗലാന മൗദൂദി പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ വ്യക്തി ജീവിതവും അവൻ്റെ സാമൂഹിക അവകാശങ്ങളും
അതിൽക്കിടയിൽ ഒരു സമത്വം, ഒരു ബാലൻസ് അനിവാര്യമായി വരുന്നു. അതിൻ്റെ കൂടെ തന്നെ ധാർമ്മികതയുടെയും സദാചാരത്തിൻ്റെയും ഒരു അനിവാര്യത അത് അത്യാവശ്യമായി വരുന്നു. കാരണം സെക്കുലറിസത്തിനൊക്കെയും ഈ സെക്കുലറിസ്റ്റ് ചിന്തകൾക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള ചിന്തകൾക്ക് വിപരീതമായി മാറുന്നുണ്ട്. വളരെ മെറ്റീരിയലിസ്റ്റിക്കായി ചിന്തിക്കുന്ന, അതുപോലെ തന്നെ പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കാത്ത, അതായത് ഒരു വ്യക്തിഗത ഇൻഡിവിജ്വലിസ്റ്റിക് മാത്രമായി മാറുന്ന ഒരു ചിന്ത, ധാർമ്മികതയ്ക്ക് പ്രാധാന്യം വരാത്ത ഒരവസ്ഥ, ഈ ദേശീയവാദത്തിൻ്റെ റിജിഡായ ഒരു കൺസെപ്റ്റിലേക്ക് ഒതുങ്ങിപ്പോകുന്ന സാഹചര്യം, ഇതിനൊക്കെ ബദലായി മൗലാന മൗദൂദി ഇസ്ലാമിനെയാണ് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ എല്ലാ കൺസെപ്റ്റും ധാർമ്മികതയുടെയും, അതായത് അദബിൻ്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന ഒരു കൺസെപ്റ്റാണല്ലോ എന്നതുകൊണ്ട് തന്നെ ആ ഒരു കൺസെപ്റ്റിൻ്റെ അടിത്തറയിൽ രൂപപ്പെടുന്ന ഒരു സിസ്റ്റത്തിന് മാത്രമേ ജനപ്രദമായ, ജനത്തിന് ഉപകാരപ്രദമായ ഒരാശയം, ഒരു സിദ്ധാന്തവും ഒരു സിസ്റ്റവും മുന്നോട്ട് വെക്കാൻ കഴിയൂ. അത് ഇസ്ലാമിന് മാത്രമാണ് എന്ന് മൗലാന മൗദൂദി സെക്കുലറിസത്തിൻ്റെ വിമർശന ഫലമായി തന്നെ എടുത്ത് പറയുന്നുണ്ട്. മൗലാന മൗദൂദിയുടെ രചനകളുടെ ഒരു കളക്ഷനാണ് ഇസ്ലാം ആൻഡ് ദ സെക്കുലർ മൈൻഡ് എന്ന് പറയുന്ന രചന. അതിൽ പ്രമുഖ പണ്ഡിതനായിരുന്ന ഖുർഷിദ് അഹമ്മദ് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, മൗലാന മൗദൂദി ഇത് എഴുതാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെയുള്ള ഈ സെക്കുലറിസവും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ മറുപടി എഴുതിയ ആളാണ് മൗലാന മൗദൂദി എന്ന് ഖുർഷിദ് അഹമ്മദ് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഇസ്ലാം ആൻഡ് ദ സെക്കുലർ മൈൻഡ് എന്ന് പറയുന്ന രചനയിൽ മൗലാന മൗദൂദി ഈ സെക്കുലറിസവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ആ സെക്കുലറിസത്തിന് പവർ നൽകിയ നാഷണലിസം ആവട്ടെ, ഡാർവിനിസം ആവട്ടെ, ഇതുപോലെ തന്നെ മാർക്സിൻ്റെയും ഹെഗൽസിൻ്റെയും കാഴ്ചപ്പാടുകളും, അതുപോലെ തന്നെ ഏംഗൽസിൻ്റെ കാഴ്ചപ്പാടുകളും സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുകളെല്ലാം വളരെ ശക്തമായ ഭാഷയിൽ വിമർശന വിധേയമാക്കിക്കൊണ്ട് എന്താണ് ഇസ്ലാം എന്ന രീതിയിൽ അദ്ദേഹം അവിടെ സമർപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഡാർവിൻ്റെയും മാർക്സിൻ്റെയും ഫ്രൂയിഡിൻ്റെയും ഈ ചിന്തകൾ അത് സെക്കുലറിസത്തിന് കൂടുതൽ പവർഫുള്ളായി ഒരു പൊസിഷൻ ഉണ്ടാക്കി കൊടുത്തു എന്ന് മൗലാന മൗദൂദി പറയുന്നുണ്ട്. കാരണം ഡാർവിൻ്റെ ചിന്തകളെ നമ്മൾ ഇവിടെ വിശകലനം ചെയ്യാൻ പോകുന്നുണ്ട്. മാർക്സിൻ്റെയും ഹെഗൽസിൻ്റെയും ചിന്തകൾ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ഈ മൂന്ന് പേരുടെയും, ഡാർവിനിസത്തിൻ്റെ ആ എവല്യൂഷനിസ്റ്റ് തിയറിയും, മാർക്സിൻ്റെ കമ്മ്യൂണിസ്റ്റ് തിയറിയും, ഫ്രൂയിഡിൻ്റെ മാനസിക വിശ്ലേഷണവും, അതായത് മാനസികമായ ഈഗോയിസ്റ്റായ അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുമെല്ലാം ഒരു തരത്തിൽ ദൈവ നിരാസത്തിലേക്ക് ജനതയെ എടുത്തെറിഞ്ഞെന്നും അത് ഈ ചിന്തകളെ പ്രത്യേകിച്ചൊരു ക്രിട്ടിക്കലായി കാണാതെ വെസ്റ്റേൺ സംസ്കാരം അത് ഏറ്റെടുക്കുകയുമാണ് ചെയ്തതെന്ന് മൗലാന മൗദൂദി ഈ രചനയിൽ പ്രത്യേകം പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ മുസ്ലിങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം ജനസമൂഹങ്ങൾക്കിടയിൽ ശക്തമായി, അതായത് ഈ വെസ്റ്റേൺ കൺസെപ്റ്റിനെ വല്ലാണ്ട് സ്വീകരിച്ചിരുന്ന ആൾക്കാരെ, മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ സ്വീകരിച്ചിരുന്ന ആൾക്കാരെ വളരെ ശക്തമായ ഭാഷയിൽ മൗലാന മൗദൂദി വിമർശിക്കുന്നുണ്ട്. മൗലാന മൗദൂദിയുടെ മറിയം ജമീലയും തമ്മിലുള്ള ഒരു കത്തുകളുടെ കളക്ഷൻ ഉണ്ട്, കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ മൗലാന മൗദൂദി ആൻഡ് മറിയം ജമീല എന്ന് പറയുന്ന രചനയിൽ. അതിൽ മോഡേണിറ്റിയുടെ ഇൻഫ്ലുവൻസ് നേടിയ പല പണ്ഡിതന്മാരെയും, പ്രത്യേകിച്ച് സർ സയ്യിദ് അഹമ്മദ് ഖാനെ പോലുള്ള, അതുപോലെ തന്നെ നാഷണലിസത്തിൻ്റെ ഇൻഫ്ലുവൻസ് ശക്തമായ അബുൽ കലാം ആസാദിനെ പോലുള്ള ആൾക്കാരെയും, ഇങ്ങനെ വിവിധ പണ്ഡിതന്മാരെയും, അതായത് ചിറാഗ് അലീനെ പോലുള്ള ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ മുസ്ലിം ബുദ്ധിജീവികളായ പലരെയും മൗലാന മൗദൂദി ഇങ്ങനെ ആധുനിക ചിന്തയിൽ പേറിക്കൊണ്ട് തന്നെ, എന്നാൽ പലപ്പോഴും ഇസ്ലാമിൻ്റെ പല മൗലികമായ ചിന്തകൾക്കും എതിരായി ചിന്തിച്ച ആൾക്കാരെ ശക്തമായ വിമർശന വിധേയമാക്കുന്നത് നമുക്ക് കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ മൗലാന മൗദൂദി ആൻഡ് മറിയം ജമീല എന്ന് പറയുന്ന രചനയിൽ കാണാം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മൗലാന മൗദൂദി ഏറ്റവും കൂടുതൽ സംസാരിച്ച ഡെമോക്രസി എന്ന് പറയുന്ന ഒരാശയം കടന്നു വരുന്നത്. അതിൽ മൗലാന മൗദൂദി ഡെമോക്രസിയെ ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരാശയം എന്ന് പറയുന്നുണ്ട്. ഡെമോക്രസി മുന്നിൽ വെക്കുന്നത് അതിൻ്റെ പ്രധാന 3 കണ്ണികളെ പറയുന്നുണ്ട്. ഒന്ന് സെക്കുലറിസമാണ്. സെക്കുലറിസം എന്താണ് വിഭാവന ചെയ്തത്? അതായത് അള്ളാഹുവും, അതായത് സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധത്തിൽ പോറലേൽപ്പിച്ച ഒരു കൺസെപ്റ്റാണ് സെക്കുലറിസം. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ സാമൂഹികമായ ഇടപെടലുകളിൽ പോലും, അത് വ്യക്തിഗതത്തിൽ നിന്നും അതുപോലെ തന്നെ സാമൂഹികമായ ജീവിതത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ ഇടപെടലിനെ കട്ട് ചെയ്ത് കളഞ്ഞ ഒരാശയം എന്ന നിലയിൽ, അത് ധാർമ്മികതയ്ക്ക് പോറലേൽപ്പിച്ചൊരു കൺസെപ്റ്റ് എന്ന നിലയിൽ മൗലാന മൗദൂദി സെക്കുലറിസത്തെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവഭയം എടുത്തു കളഞ്ഞ ഒരാശയം എന്ന നിലയിലാണ്
സെക്യുലറിസത്തെ മൗലാന മൗദൂദി പരിചയപ്പെടുത്തുന്നത്. അതായത് രണ്ടാമത് നാഷണലിസമാണ് ഡെമോക്രസിയുടെ മറ്റൊരു ഫ്രെയിംവർക്ക് ഒരുക്കി കൊടുക്കുന്നത്. അത് മനുഷ്യന്മാരെ, ജനസമൂഹത്തെ പരസ്പരം വെറുക്കാനും പക പുലർത്തുവാനും പ്രേരിപ്പിക്കുന്ന ഒരു ദേശീയത ഡെമോക്രസിയുടെ പ്രധാന ഒരു ഭാഗമായി വരുന്നു. അതുപോലെ തന്നെ ഡെമോക്രസി തന്നെ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് എന്ത് അനീതി നിറഞ്ഞ അവരുടെ താല്പര്യങ്ങൾക്ക് അടിസ്ഥാനത്തിലുള്ള നിയമരൂപീകരണത്തിനുള്ള ഒരു സംവിധാനം ഡെമോക്രസിയും ഒരുക്കി കൊടുക്കുന്നു. ഇങ്ങനെ സെക്യുലറിസവും നാഷണലിസവും ഡെമോക്രസിയും അടിസ്ഥാനത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം രൂപപ്പെടുന്നതോടുകൂടി യഥാർത്ഥത്തിൽ അത് സംഭവിക്കുക മനുഷ്യവിരുദ്ധമായ ഒരു ആശയമായിരിക്കും അവിടെ നടപ്പിലാവുക എന്ന് മൗലാന മൗദൂദി അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ ഈ മൗലാന മൗദൂദി ഡെമോക്രസീനെ ശക്തമായ ഭാഷയിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതായത് മെജോറിറ്റേറിയൻ കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാകുമ്പോൾ മൈനോറിറ്റിക്ക്, അതായത് ജനന്യൂനപക്ഷത്തിന് ഒരുപാട് ഭീഷണികൾ നിറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് മൗലാന മൗദൂദി അവിടെ വിശദീകരിച്ച് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഒരു അവസ്ഥ എന്ന നിലയിൽ ഇന്ത്യയിൽ നടന്ന ഡിവിഷനുമായി ബന്ധപ്പെട്ട ചർച്ചയും ഇവിടെ ഡെമോക്രസി വരുന്നതോടുകൂടി മെജോറിറ്റി ആരാണോ അവരുടെ കയ്യിലേക്ക് അധികാരം വരികയും അത് മൈനോറിറ്റികൾക്കായ വിവിധ തരത്തിലുള്ള മൈനോറിറ്റികൾക്ക് ശക്തമായ വെല്ലുവിളി രൂപപ്പെടുകയും ചെയ്യുമെന്ന് മൗലാന മൗദൂദി ഇന്ത്യൻ സബ് കോണ്ടിനെന്റൽ ഡിവിഷന് മുമ്പ് തന്നെ ഡെമോക്രസിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് നമുക്ക് കാണാം. ഇതിൻ്റെ ഒരു പകരം എന്ന നിലയിൽ അള്ളാഹുവിൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കുകയും എന്നാൽ ജനങ്ങളുടെ ജനപ്രാതിനിധ്യത്തെ പരിഗണിച്ചു കൊണ്ടിട്ടുള്ള ഒരു ആശയം എന്ന നിലയിൽ തിയോ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു ആശയമാണ് മൗലാന മൗദൂദി മുന്നോട്ട് വെച്ചത്. അതിന് അദ്ദേഹം ഖിലാഫത്തെ ജുംഹൂരി എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് കളക്റ്റീവ് ഖാലിഫേറ്റ്, ഓരോരുത്തരും ഇനി ജാഇലും ഫിൽ അർളി ഖലീഫ എന്ന അള്ളാഹുവിൻ്റെ സൂക്തം എടുത്തുകൊണ്ട് ഞാൻ ഭൂമിയിൽ ഖലീഫയാക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്ന ഒരു ആശയത്തിൽ അതെടുത്തുകൊണ്ട് ഓരോരുത്തരും ഓരോ ഖലീഫയാണെന്നും അത് എല്ലാവരും കൂടെ ഒന്നിച്ചിട്ടുള്ള ഒരു കളക്റ്റീവ് കാലിഫേറ്റ് എന്ന തരത്തിലുള്ള ഒരു കൺസെപ്റ്റിനെയാണ് മൗലാന മൗദൂദി മുന്നോട്ട് വെക്കുന്നത്. അതുതന്നെ യഥാർത്ഥത്തിൽ ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ഡെമോക്രസി ആവട്ടെ, നമ്മൾ ഇന്ത്യയിൽ കാണുന്ന തരത്തിലുള്ള വിവിധ തരത്തിലുള്ള പൊളിറ്റിക്കൽ സംവിധാനം, അതായത് രാജകീയ ഭരണത്തിന് എതിരെയുള്ള ഒരു കൺസെപ്റ്റ് എന്ന നിലയിലാണ് മൗലാന മൗദൂദി ഈ ഡെമോക്രസിയെ മുന്നിൽ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ ഖലീഫ എന്ന നിലയിലുള്ള കൺസെപ്റ്റിനെ മൗലാന മൗദൂദി എതിർക്കുന്നത് കാണാം. കാരണം നമ്മുടെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഖിലാഫത്ത് എന്ന് പറയുന്നത് ഒരു സാമ്രാജ്യത്തിനെ പോലെ അല്ലെങ്കിൽ ഒരു കുടുംബവാഴ്ചയുടെ ചരിത്രമാണുള്ളത്. മൗദൂദി അതിനെ ശക്തമായി എതിർക്കുകയും അത് ഇസ്ലാമിക വിരുദ്ധമായ ഒരു ആശയമാണെന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഖിലാഫത്തും മുലൂക്കിയത്ത് എന്ന് പറയുന്ന ഖിലാഫത്തും രാജവാഴ്ചയും എന്ന് പറയുന്ന രചനയിൽ എന്താണ് ഖിലാഫത്തെന്നും അതെങ്ങനെയാണ് നടപ്പിലാവേണ്ടതെന്നും എന്നാൽ ഖിലാഫത്ത് എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിൽ എങ്ങനെയായി പോയി എന്നും മൗദൂദി സാഹിബ് അതിനെ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരൊറ്റയാൾ ഭരിക്കുകയും അയാൾ എന്നേക്കുമായി ഭരണകർത്താവായി മാറുകയും ചെയ്യുന്ന ഒരു സംവിധാനം അത് ഇസ്ലാമിനും സുന്നത്തിനും എതിരാണെന്ന് മൗദൂദി സാഹിബ് അവിടെ സമർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഹാക്കിമിയത്ത്, മൗദൂദി സാഹിബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് അതാണല്ലോ, അള്ളാഹുവിൻ്റെ പരമാധികാരം എന്ന് പറയുന്നത്. ആ പരമാധികാരത്തിന് മുകളിൽ പോവാൻ വേറെ ആർക്കും സാധിക്കുകയില്ല. അതൊരു ഖലീഫയാണെങ്കിൽ പോലും, അത് രാജാവാണെങ്കിൽ പോലും, ആർക്കാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ മുകളിൽ ആ ഒരു പരമാധികാരത്തിന് ആർക്കും കഴിയില്ല. മനുഷ്യരെല്ലാവരും തന്നെ അള്ളാഹുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്, പ്രതിനിധിയാണ്, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള പ്രതിനിധിയാണ് എന്ന രീതിയിലാണ് മൗദൂദി സാഹിബ് അതിനെ വിശദീകരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ മൗദൂദി സാഹിബിൻ്റെ ഡെമോക്രസിയുടെ കൺസെപ്റ്റിൽ ഉമ്മത്ത് എന്ന് പറയുന്ന മുഴുവൻ മുസ്ലിം സമൂഹത്തിൻ്റെയും ഒരു പ്രാതിനിധ്യം അവിടെ പറയുന്നുണ്ട്. എല്ലാവരും ഒരേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഖലീഫയായി മാറുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു ഭരണ സംവിധാനത്തിൽ ഒരു പൊതുവായ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നും എല്ലാവരും അതിൽ അക്കൗണ്ടബിൾ ആണെന്നും മൗലാന മൗദൂദി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതെങ്ങനെയാണ് നടപ്പിലാക്കേണ്ടതെന്ന് മൗദൂദി സാഹിബ് പിന്നീട് വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. അതൊരു ഷൂറ സംവിധാനത്തിലൂടെയാണ്, അതായത് ഒരു മുഴുവൻ കൂടിയാലോചന സംവിധാനത്തിലൂടെ നടപ്പിലാക്കേണ്ടതാണ്. അതിലെ എല്ലാവരും ഏറ്റവും നല്ല പ്രകൃതമുള്ളവരും നല്ല സ്വഭാവമുള്ളവരും തിരഞ്ഞെടുക്ക മേഖലയിൽ അതിൽ മികവ് പുലർത്തിയ ആൾക്കാരുമാവണം. അതുപോലെ തന്നെ അവരവരുടെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരുമാവണം എന്ന് മൗദൂദി സാഹിബ് ഈ കൂടിയാലോചന സമിതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശരിയായുടെ നിയമം എന്ന് പറയുന്നത് ശരിയയെ പുതുതായിട്ട് വ്യാഖ്യാനിക്കാനല്ല,
ശരിയയെ വേണ്ട തരത്തിൽ നടപ്പിലാക്കാനുള്ള ഒരു സംവിധാനമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഷൂറ കൗൺസിൽ എന്ന് മുഹമ്മദ് സാഹിബ് വിശദീകരിക്കുന്നുണ്ട്. ഖുർആാനിനെയും സുന്നത്തിനെയും എതിരായി ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറം ഖുർആനും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പുതുതായ സാഹചര്യത്തിൽ ഇസ്ലാമിക നിയമങ്ങൾ രൂപപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ശരിയ എന്നതിൽ അദ്ദേഹം വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരും, അത് ഭരണകർത്താക്കളാവട്ടെ ഭരണീയരാവട്ടെ, എല്ലാവരും അക്കൗണ്ടബിൾ ആണെന്നും എല്ലാവരും അവരവരുടെ കാര്യത്തിൽ അത് ഉത്തരം പറയാൻ വിധിക്കപ്പെട്ടവരാണെന്നും എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഴിമതിയോ ദുർഭരണമോ ഉണ്ടാവണമെങ്കിൽ അവരെയും എടുത്തു കളയാൻ പറ്റുന്നുള്ള ഒരു സംവിധാനമാവണം ആ ഭരണ രീതി. ആ തരത്തിലുള്ള ഒരു അക്കൗണ്ടബിലിറ്റി നിറഞ്ഞ ഒരു ഭരണ സംവിധാനമാണ് ഈ ഇസ്ലാം ഉദ്ദേശിക്കുന്ന ജനാധിപത്യ പ്രക്രിയ എന്ന് മൗദൂദ് സാഹിബ് അവിടെ വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയാണ് വെസ്റ്റേൺ ഡെമോക്രസിയിൽ നിന്ന് വേർതിരിക്കുന്നതെന്ന് മൗദൂദ് സാഹിബ് പറയുന്നത്, ഒന്നാമത് അത് ജനങ്ങൾക്കുള്ള ഒരു പരമാധികാരത്തിനേക്കാളും അപ്പുറം അള്ളാഹുവിൻ്റെ പരമാധികാരത്തെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ അള്ളാഹു എന്ന് പറയുന്ന ഒരു ലോ മേക്കർ, നിയമദാതാവ് നിലനിൽക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിയമം നടപ്പിലാക്കാനുള്ള ഒരു ജനപ്രതിനിധികളുടെ ഒരു സാഹചര്യമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നതാണ് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ജനങ്ങളുടെ പ്രാതിനിധ്യവും അത് ഒരു കളക്റ്റീവ് ഖിലാഫത്ത് എന്ന നിലയിൽ, അതായത് ഖിലാഫത്ത് ജംഹൂരി എന്ന നിലയിൽ ജനങ്ങളുടെ പ്രാതിനിധ്യം അനിവാര്യമാണെന്നും അത് ആരാണോ വളരെ സ്വഭാവം കൊണ്ട് നിറഞ്ഞവരും അതുപോലെ തന്നെ മൂല്യം കൊണ്ട് മികവ് പുലർത്തിയവരുമാവണം ഈ തരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ടവരെന്ന് മൗദൂദ് സാഹിബ് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഴിമതിയും അതുപോലെ തന്നെ ദുർഭരണവും കെടുകാര്യസ്ഥതയും ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഡെമോക്രസിയിൽ അത് വരികയില്ല എന്ന് മൗദൂദ് സാഹിബ് അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ളൊരു കൺസെപ്റ്റ് ഫോളോ ചെയ്യുമ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ ഇതേപോലെ തന്നെ യൂറോസെൻട്രിക് കാഴ്ചപ്പാടുള്ള വിഭാഗങ്ങൾ രൂപപ്പെട്ടതായി മൗദൂദ് സാഹിബ് പറഞ്ഞിരുന്നല്ലോ. ഇത് ഒരു തരത്തിലുള്ള ഒരു മാനസികമായ ഒരു അടിമത്തത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് മൗദൂദ് സാഹിബ് അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവവും അവരുടെ മൊറാലിറ്റിയും എല്ലാം വെസ്റ്റ് ബേസ്ഡായ യൂറോസെൻട്രിക്കായ ഒരു കാഴ്ചപ്പാടിലേക്ക് അവർ ഒതുക്കിക്കൊണ്ടുവരുന്നു എന്ന് ഹമാരി ദഹനിയ ഗുലാമി ഓർ ഉസ്കെ അസ്ബാബ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ അത് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഭൗതിക അടിമത്തവും അതിൻ്റെ കാരണങ്ങളും എന്ന് പറയുന്ന രചനയിൽ മൗദൂദ് സാഹിബ് അത് വിശദീകരിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള മനുഷ്യന്മാർ, ഇങ്ങനെയുള്ള മുസ്ലിങ്ങൾ അവരുടെ ഭൗതികത മുഴുവനും ഒരു തരത്തിലുള്ള വെസ്റ്റ് സെൻട്രിക്കായ ഒരു അനുകരണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലേക്ക് അവർ മാറും. അതുകൊണ്ട് തന്നെയാണ് വെസ്റ്റോക്സിക്കേറ്റഡ് ആയ, അതായത് വെസ്റ്റിൻ്റെ കൺസെപ്റ്റിൽ മതോന്മത്തരായ ഒരു വിഭാഗം എന്ന നിലയിലാണ് മൗലാന മൗദൂദി ഇങ്ങനെയുള്ളവരെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു കാഴ്ചപ്പാടിൽ ഇങ്ങനെ സ്വീകരിക്കുന്ന സെക്കുലറിസ്റ്റുകളാവട്ടെ അല്ലെങ്കിൽ മോഡേണിസ്റ്റുകളാവട്ടെ ആരാവട്ടെ, അവരൊക്കെയും യഥാർത്ഥത്തിൽ അള്ളാഹുവിനെതിരെയും അള്ളാഹു മുന്നോട്ട് വെക്കുന്ന ഒരു ആത്മീയമായ കാഴ്ചപ്പാടിനെതിരെയും അഭൗതികമായ കാഴ്ചപ്പാടിനോടൊക്കെയും ഒരു തരത്തിലുള്ള ഒരു മുൻധാരണകളും മുൻവിധിയും പുലർത്തുന്നവരായിരിക്കും. ഇവർ പലപ്പോഴും ഇമോഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇവിടെ മൗദൂദ് സാഹിബിൻ്റെ ഒരു വിമർശനം രസകരമായ ഒരു വിമർശനമാണ്. മൗദൂദ് സാഹിബ് അവിടെ പറയുന്നുണ്ട്, സാധാരണ മതവിശ്വാസികളെയാണ് റാഷണലിസ്റ്റുകൾ അല്ലെങ്കിൽ യുക്തിവാദികൾ അല്ലെങ്കിൽ ബുദ്ധിജീവികൾ ഇമോഷനിൽ ജീവിക്കുന്നവരാണ് എന്ന് ആരോപിക്കുന്നത്. എന്നാൽ മൗലാന മൗദൂദി റാഷണലിസ്റ്റുകളെ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ബുദ്ധിജീവികളെ യുക്തിവാദികളെ അവരാണ് യഥാർത്ഥത്തിൽ ഇമോഷണന്റെ അടിസ്ഥാനത്തിലൊന്നും ഒരു തരത്തിലുള്ള റീസണിങ്ങും അവർക്കില്ല എന്നും മൗദൂദ് സാഹിബ് പറയുന്നുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെ തള്ളിക്കളയുന്ന തരത്തിലുള്ള ഒരു ചിന്ത പലപ്പോഴും അത് അവരുടെ താല്പര്യങ്ങളെ പരിഗണിച്ചു കൊണ്ടിട്ടുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നും അത് ഒരു തരത്തിലുമുള്ള ഒരു ഭദ്രതയെയും സ്ട്രക്ചറിനെയും അംഗീകരിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണെന്നും മൗലാന മൗദൂദി അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെയാണ് മൗദൂദ് സാഹിബ് റാഷണലിസവുമായി ബന്ധപ്പെട്ട നാച്ചുറലിസവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക പഠനം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഇത് അക്കലിയത്ത് കെ ഫെറേബ് എന്ന് പറയുന്ന ദ ഫിനിറ്റ്യൂഡ് ഓഫ് റാഷണലിസം എന്ന് പറയുന്ന ഒരു പഠനത്തിൽ തന്നെ ഇവരുടെ ഒരു പ്രശ്നം എടുത്ത് പറയുന്നുണ്ട്. ഈ നാച്ചുറലിസ്റ്റിക് കൺസെപ്റ്റിലൂടെ അവരത് സ്വീകരിക്കുന്നതിലൂടെ എല്ലാം പ്രകൃതിജന്യമാണെന്നും പ്രകൃതിപരമാണെന്നും ആ തരത്തിലാണ് അതിനെ മനസ്സിലാക്കേണ്ടതെന്നും
അതിലാണ് റാഷണലിസം വർക്ക് ചെയ്യുന്നതെന്നും എന്നുള്ള ചിന്ത യഥാർത്ഥത്തിൽ വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ അടിസ്ഥാനമായി രൂപപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്നും അത് പലപ്പോഴും അത് പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്നും മധു സാഹിബ് അദ്ദേഹത്തിൻ്റെ ആ പഠനത്തിൽ പറയുന്നുണ്ട്. അതിന് അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങളായ ഈ റാഷണലിസ്റ്റുകളെ യഥാർത്ഥത്തിൽ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം, ചെറിയൊരു ടെസ്റ്റിലൂടെ അവരെ നമുക്ക് അവരുടെ കള്ളികൾ വെളിച്ചത്താക്കാൻ പറ്റുമെന്ന് മധു സാഹിബ് പറയുന്നുണ്ട്. അവരേതെങ്കിലും ഒരു വിഷയത്തിലേക്ക് ചർച്ചയ്ക്ക് ക്ഷണിക്കുക, എന്നിട്ട് വിഷയത്തിന് മുമ്പ് നിങ്ങൾ മുസ്ലിങ്ങളാണോ അല്ലെങ്കിൽ മുസ്ലിം അല്ലേ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്താൻ അവരോട് ആവശ്യപ്പെടുക. എന്നിട്ട് ഒരു മതപരമായ വിഷയമുള്ള ഒരു വിഷയത്തിൽ മതപരമായ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അഭിപ്രായം മുന്നോട്ട് വെക്കുക. എന്നിട്ട് അവരോട് നിങ്ങളുടെ കാഴ്ചപ്പാട് പറയാൻ പറയുമ്പോൾ അവരാദ്യം പറയുക, നിങ്ങളുടെയൊക്കെ ഈ മുല്ലായിസം, ഈ മൗലാന രീതികളൊക്കെ നിങ്ങളുടെ കയ്യിൽ വെച്ചേക്കുക, നിങ്ങൾ അതിൻ്റെ റീസൺ പറയാൻ പറയൂ എന്നായിരിക്കും അവർ പറയുക. അതായത് ശരിയായ വിശ്വാസമോ അല്ലെങ്കിൽ ശരിയായ വൈജ്ഞാനിക അടിത്തറയോ പോലും ഇല്ലാത്ത ഇങ്ങനെയുള്ള ആൾക്കാർ വെറും യുക്തിയുടെ അടിസ്ഥാനത്തിൽ, അതായത് അതും വെസ്റ്റേൺ യുക്തിയുടെ അടിസ്ഥാനത്തിൽ, വെസ്റ്റേൺ യുക്തി എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ കൺസെപ്റ്റുകൾ പ്രദാനം ചെയ്ത യുക്തിയുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ ടെക്സ്റ്റിനെയും കാണുന്ന ഒരു സാഹചര്യമാണ് മുസ്ലിങ്ങൾക്കിടയിൽ രൂപപ്പെട്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൗലാന മൗദൂദി പ്രധാനമായി എടുത്ത് പറയുന്ന കാര്യം, ഒരിക്കലും ഫെയ്ത്തിനെ, വിശ്വാസത്തെ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് കൊണ്ട് അത് തെളിയിച്ചെടുക്കാം എന്ന് പറയുന്നത് ശരിയാവുകയില്ല. ഒരു പ്രശ്നം നിറഞ്ഞ ഒരു വാദമാണ് എന്ന് മധു സാഹിബ് ആ ഒരു യുക്തിവാദത്തെ, മുസ്ലിങ്ങൾക്കിടയിൽപ്പെട്ട യുക്തിവാദത്തെ കൈകാര്യം ചെയ്യുന്നത് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡാർവിനിസത്തെ മൗലാന മൗദൂദി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ മൗലാന മൗദൂദി ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു 30 മുതൽ അതുപോലെ 80 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ലോകത്തും പാശ്ചാത്യ ലോകത്തും ഡാർവിനിസം വലിയൊരു റോളുണ്ടായിരുന്നു. ഇപ്പോൾ ഡാർവിനിസത്തിന് അത്രത്തോളം സ്വാധീനമില്ല എന്ന് നമുക്കറിയാം. കാരണം ഒരുപാട് അതിനെതിരെ ശക്തമായ ക്രിയേഷനിസ്റ്റുകളായ ആൾക്കാർ, ശാസ്ത്രജ്ഞന്മാർ തന്നെ അതിനെതിരെ മറുപടി പറഞ്ഞു വന്നതോടുകൂടി അത് വലിയ സ്വാധീനമില്ലാതായി മാറി. എന്നാൽ പോലും ഇപ്പോഴും ജനസമൂഹങ്ങൾക്കിടയിൽ അവരവരുടെ ഏത്തിസ്റ്റിൻ്റെ, മതനിരാസത്തിൻ്റെ ഒരു അടിസ്ഥാനമായി ഇപ്പോഴും ഡാർവിനിസം സ്വീകരിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ മൗലാന മൗദൂദി ഈ വിഷയത്തിൽ ഡാർവിൻ ക നസരിയ ഇർത്തിഖ, ഈ ഇവല്യൂഷനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് മൗലാന മൗദൂദി പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ അതിനെ മുന്നോട്ട് വെക്കുന്നത് ഒരു തിയറി പറഞ്ഞുകൊണ്ടാണ്, ഹൈപ്പോത്തിസിസും ലോയും എന്ന് പറയുന്ന ഒരു വിഷയം പറഞ്ഞുകൊണ്ട്. യഥാർത്ഥത്തിൽ ഹൈപ്പോത്തിസിസ്, ഒരു തിയറി എന്ന് പറയുന്നത് അത് ഫാക്റ്റുകൾ കൊണ്ട്, വസ്തുതകൾ കൊണ്ട് ശരിയായിട്ടില്ല എങ്കിൽ അതിനൊരിക്കലും നിലനിൽക്കാൻ കഴിയില്ല എന്ന് മധു സാഹിബ് പറയുന്നുണ്ട്. കാരണം ഡാർവിൻ്റെ കൺസെപ്റ്റ്, ഡാർവിനിസം എന്ന് പറയുന്നത് ഒരു തിയറി മാത്രമാണെന്നും പിൽക്കാലത്ത് ഡാർവിൻ പോലും അത് മാറ്റി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയതായി നമുക്ക് കാണാം. ഈ മധു സാഹിബ് അതുകൊണ്ട് തന്നെയാണ് ഡാർവിനിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത്തിസം, നിരീശ്വരവാദം പോലും രൂപപ്പെട്ട ഒരു സാഹചര്യത്തെ മധു സാഹിബ് അതിനെ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ നിരീശ്വരവാദം അത് പലപ്പോഴും രൂപപ്പെട്ടത് തന്നെ ഡാർവിൻ്റെ കൺസെപ്റ്റിൻ്റെയൊക്കെയും അടിസ്ഥാനത്തിലാണ്. അത് ഒരുപാട് പ്രശ്നങ്ങളാണ് ആ സമൂഹത്തിൽ ഉണ്ടാക്കിയതെന്നും ഈ ബേസ്ലെസ് ആയ ചിന്തകൾ കൊണ്ട് രൂപപ്പെടുന്ന ഇങ്ങനെയുള്ള കൺസെപ്റ്റുകൾ അത് നിലനിൽക്കില്ല എന്നും മധു സാഹിബ് അവിടെ വിശദീകരിച്ച് പറയുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഡാർവിനിസത്തെ അദ്ദേഹം എതിർക്കാൻ മുന്നോട്ട് വെച്ച ചില പോയിന്റുകളുണ്ട്. അതിലൊന്നാമത്, അത് ഒരു ഗോഡ്ലെസ് ആയ, ദൈവമില്ലാത്ത ഒരു പ്രോസസ്സാണ് എന്ന നിലയിലാണ്. അതായത് ഒരു ആക്സിഡൻ്റലി ആണ്, ഒരു ആകസ്മികമായിട്ടാണ് ലൈഫ് രൂപപ്പെടുന്നത് എന്ന് പറയുന്ന, ജീവിതം രൂപപ്പെടുന്നത് എന്ന് പറയുന്ന തിയറി ഒരിക്കലും ഇല്ലോജിക്കലായിട്ടാണ്, ഒരിക്കലും ഈ അടിസ്ഥാനത്തിലല്ല, യുക്തിരഹിതമായിട്ടാണ് മധു സാഹിബ് അതിനെ എണ്ണുന്നത്. കാരണം എല്ലാ സൃഷ്ടികൾക്കും പുറകിൽ അതിൻ്റേതായ സത്യമുണ്ടെന്നും അതിൻ്റേതായ കാരണമുണ്ടെന്നും മധു സാഹിബ് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ മനുഷ്യൻ്റെയും ജന്മത്തിൻ്റെ പുറകിൽ അതിന് പ്രത്യേക ഒരു പോയിന്റ് ഉണ്ട്. എല്ലാവരും ഒരു സ്പെഷ്യൽ ക്രിയേഷൻ എന്ന നിലയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചതായി പറയുന്നത്. അതുകൊണ്ട് തന്നെ വാല്ലമല്ലാദമൽ അസ്മാ കുല്ലഹ, അള്ളാഹു ആദം അലൈഹി ഇസ്ലാമിന് എല്ലാ നാമങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. അതായത് മനുഷ്യനെന്ന് പറയുന്നത് എൻലൈറ്റ്മെൻ്റ് ഉള്ള, ബോധോദയം ലഭിച്ച, വിസ്ഡമുള്ള, യുക്തി ഉള്ള, വിവേകമുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിൽ തുടക്കം തന്നെ അങ്ങനെയാണെന്നും അതല്ലാതെ മറ്റൊരു സൃഷ്ടിയിൽ നിന്ന് രൂപപ്പെട്ട് മനുഷ്യനായി മാറിയ ഒരു കൺസെപ്റ്റ് അല്ല എന്ന് മൗദൂദി സാഹിബ് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ളൊരു ഇവല്യൂഷൻ തിയറിയെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം എതിർക്കുന്നുണ്ട്. തിയറി എന്നതുപോലും പറയാൻ പറ്റാത്ത തരത്തിൽ ഒരുപാട് മിസ്സിങ് ലിങ്ക്സ് ഉള്ള ഈ കൺസെപ്റ്റിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് പോയിന്റുകൾ തന്നെ, ലിങ്കുകൾ തന്നെ മുറിഞ്ഞു പോകുന്ന ഒരു ആശയമാണ്
എന്നതുകൊണ്ട് തന്നെ ഇതിനൊരു തിയറിയായി പോലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മൗദൂദ് സാഹിബ് അവിടെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ വെസ്റ്റേൺ ഫിലോസഫിയിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ ഹെഗലിയൻ ഹിസ്റ്റോറിയോഗ്രഫി, ഹെഗലിൻ്റെ ചരിത്ര വായനയും ഹെഗലിൻ്റെ ചരിത്ര കൺസെപ്റ്റുകളും കാറൽ മാർക്സിൻ്റെയും ഏംഗൽസിൻ്റെയും ചരിത്ര കൺസെപ്റ്റുകളെ മൗദൂദി ശക്തമായ ഭാഷയിൽ ഹേഗൽ ഓർ മാർക്സ് കാ ഫൽസഫെ താരിഖ് എന്ന് പറയുന്ന ഹേഗലിൻ്റെയും മാർക്സിൻ്റെയും ചരിത്രത്തെക്കുറിച്ചുള്ള ഫിലോസഫി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. തീസിസിൻ്റെയും ആൻറ്റി തീസിസിൻ്റെയും ഒരു കോൺഫ്ലിക്റ്റായി ഹെഗൽ ചരിത്രത്തെ മുന്നോട്ട് വെക്കുന്നുണ്ട്. കാറൽ മാർക്സും ഇതുപോലെ തന്നെ സാമ്പത്തിക മേഖലയിലുള്ള ഉള്ളവൻ്റെയും ഇല്ലാത്തവൻ്റെയും ആ ഒരു തരത്തിലുള്ള ഒരു ഒരു ചരിത്രപരമായ ഒരു കോൺഫ്ലിക്റ്റ് എന്ന നിലയിൽ മാർക്സും ചരിത്രത്തെ മുന്നോട്ട് വെക്കുന്നുണ്ട്. മൗലാന മൗദൂദി ഇതിനെയും ശക്തമായി വിമർശിക്കുന്നത് നമുക്ക് കാണാം. അതായത് സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ ലൈഫിനെ മുഴുവനും കേന്ദ്രീകരിക്കുന്ന ഒരു കാഴ്ചപ്പാടിനെ മൗദൂദ് സാഹിബ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും ഒരു മനുഷ്യൻ്റെ മുഴുവൻ ജീവിതത്തെയും കവർ ചെയ്യാൻ അങ്ങനെയുള്ള ആശയത്തിന് കഴിയില്ല എന്ന് മൗദൂദ് സാഹിബ് വിശദീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിക്കും ഒരു മാർക്സിസ്റ്റിനും ഒരിക്കലും ഒന്നിച്ചു പോകാൻ കഴിയില്ല എന്നൊരാശയമാണ് മൗദൂദ് സാഹിബ് ആ ഒരു വിഷയത്തിൽ മുന്നോട്ട് വെക്കുന്നത്. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് നന്മ തിന്മകളുടെ ഒരു സംഘർഷമാണ്, ഹക്കിൻ്റെയും ബാത്തിലിൻ്റെയും ഒരു സംഘർഷമാണ്. അതാണ് ഒരു മനുഷ്യൻ്റെ ചരിത്രം. അല്ലാതെ ഈ തരത്തിലുള്ള ഡയലക്ട്രിക്കൽ മെറ്റീരിയലിസം, വൈരുദ്ധ്യാത്മിക ഭൗതികവാദം അല്ല എന്ന് മൗദൂദ് സാഹിബ് അദ്ദേഹത്തിൻ്റെ ഈ രചനയിൽ പറഞ്ഞു വെക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അയാൾ രണ്ട് തരത്തിലുള്ള ആശയങ്ങൾ പേർന്ന ഒരാളാണ്. ഒരേ സമയം തന്നെ അയാൾക്ക് വിശപ്പും ലൈംഗികതയോടുള്ള താല്പര്യം, ആർത്തിയും അതുപോലെ തന്നെ ഭീരുത്വവും യുദ്ധവും പകയും നിറഞ്ഞ ഒരാളെന്ന നിലയിലും, അതുപോലെ തന്നെ മനുഷ്യൻ എന്ന നിലയിൽ ഇൻ്റലിജൻസും ശക്തിയും വിവരം നേടിയെടുക്കാനുള്ള കഴിവും, അങ്ങനെ വിവിധ തരത്തിലുള്ള ആശയങ്ങൾ നിറഞ്ഞതാണ് ഒരു മനുഷ്യനെന്നും ഇത് അതിൻ്റെ ഒരു ധാർമ്മികമായ ഒരു അടിത്തറയിലൂടെ ആദ്യം പറഞ്ഞ മോശമായ മാനുഷിക ചിന്തകളെ മറികടക്കാൻ അവൻ്റെ ഒരാൾ ആർജിച്ചെടുക്കുന്ന ആത്മീയ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വഭാവത്തെ പരിവർത്തിപ്പിക്കാൻ കഴിയുമെന്നും മൗദൂദ് സാഹിബ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഡയലക്ട്രിക്കൽ മെറ്റീരിയൽസത്തെക്കാളും അപ്പുറം മൗദൂദ് സാഹിബ് മുന്നോട്ട് വെക്കുന്നത് യഥാർത്ഥത്തിൽ നന്മയുടെയും തിന്മയുടെയും ഒരു സംഘർഷം എന്ന നിലയിലാണ്. ഇതിൻ്റെ ഈ തരത്തിലുള്ള മാർക്സിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുകളെയും മൗദൂദ് സാഹിബ് വിമർശന വിധേയമാക്കുന്നുണ്ട്. അതിലൊന്ന് ഏത്തിസം തന്നെയാണ്. അത് കമ്മ്യൂണിസവും അതുപോലെ തന്നെ സയൻറ്റിഫിക് സോഷ്യലിസവും എല്ലാം ഈ തരത്തിൽ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ നിരസിക്കുന്നതോടുകൂടി തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ആത്മീയ ഭാവത്തെ അത് നിരസിക്കുകയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ മൗദൂദ് സാഹിബ് ഈ തരത്തിലുള്ള ചിന്തകളെ, അതായത് മനുഷ്യനെ സമൂഹവുമായി ചേർക്കാൻ കഴിയുന്ന, അതുപോലെ തന്നെ ശരിയായ സമാധാനം നൽകാൻ കഴിയുന്ന, നീതി പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരു കൺസെപ്റ്റിന്, ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ നിരസിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഏത്തിസ്റ്റ് ചിന്ത എന്ന് മൗദൂദ് സാഹിബ് പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രധാന മറ്റൊരു കൺസെപ്റ്റാണല്ലോ ഒരു സ്വകാര്യ പ്രോപ്പർട്ടിയുടെ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ശരിയല്ല എന്നും എല്ലാവർക്കും ഒരുപോലെ ഒരു പ്രൈവറ്റ് ഓണർഷിപ്പ് അള്ളാഹു ഇസ്ലാം അത് പരിഗണിക്കുന്നതാണെന്നും അത് കൊടുത്തിട്ടുണ്ടെന്നും, എന്നാൽ അതൊരു സാമൂഹ്യപരമായ ഉത്തരവാദിത്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നൽകിയിട്ടുള്ളതെന്നും, ഓരോരുത്തർക്കും കൊടുക്കുന്ന സ്വത്ത് അത് അള്ളാഹുവിൻ്റെ അമാനത്താണെന്നും ആ അമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്വത്ത് കൈകാര്യം ചെയ്യപ്പെടണമെന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളെല്ലാം സാമ്പത്തിക വിഷയത്തെ ഒരു പ്രധാന വിഷയമാക്കി മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഇസ്ലാം അങ്ങനെയല്ല. പകരം ഒരാളുടെ ധാർമ്മിക, ആത്മീയ, രാഷ്ട്രീയ, സാമൂഹികമായ വിഷയങ്ങളെ എല്ലാത്തിനെയും ഒരേപോലെയാണ് ഇസ്ലാം കാണേണ്ടതെന്നും, അതല്ല ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു സംവിധാനം ആവരുത് ഒരു ജീവിത വ്യവസ്ഥയെന്നും മൗദൂദ് സാഹിബ് അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മിഡിൽ ഗ്രൗണ്ട്, ഉമ്മത്തൻ വസത്തൻ എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ ഒരു സമതുലനമായ ഒരു സാഹചര്യമാണ് രൂപപ്പെടേണ്ടത്. അത് ക്യാപിറ്റലിസം എന്ന് പറയുന്ന അധാർമികതയുടെ അടിസ്ഥാനത്തിലുള്ള, ആർത്തിയുടെ അടിസ്ഥാനത്തിലുള്ള സാമ്പത്തികമായ പെരുപ്പത്തെക്കാളും അപ്പുറം, അതുപോലെ തന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയെ റിജക്റ്റ് ചെയ്യുന്ന സോഷ്യലിസ്റ്റ് കൺസെപ്റ്റിനേക്കാളും അപ്പുറം
ഒരു മധ്യമ നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും പ്രൈവറ്റ് ഓണർഷിപ്പ് നൽകുകയും ചെയ്യുന്ന, എന്നാൽ അതുപോലെ തന്നെ ഉള്ളവൻ ഇല്ലാത്തവന് സക്കാത്തായും അതുപോലെ തന്നെ സക്കാത്തിനേക്കാളും അപ്പുറം സ്വതക്ക നൽകിക്കൊണ്ടും സാമൂഹ്യപരമായിട്ടുള്ള ഒരു റീഡിസ്ട്രിബ്യൂഷൻ, ഒരു വിതരണം, സാമ്പത്തിക വിതരണം നടക്കേണ്ടതുണ്ടെന്നും അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നതെന്നും കമ്മ്യൂണിസ്റ്റ്, സോഷ്യലിസ്റ്റ്, ക്യാപിറ്റലിസ്റ്റ് ചിന്തയെ വിമർശിച്ചുകൊണ്ട് മൗദൂദി സാഹിബ് പറയുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ സാമൂഹികമായ നീതി നടപ്പിലാക്കാൻ കഴിയുള്ളൂ എന്നും ആ നീതി നടപ്പിലാക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിൻ്റെ ഹാക്കിമീത്ത് തന്നെ അത് പരിപൂർണമായി നടപ്പിലാക്കപ്പെടേണ്ടതെന്നും പറയുന്നുണ്ട്. മൗദൂദി സാഹിബ് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, ഇങ്ങനെ ഈ തരത്തിലുള്ള കാഴ്ചപ്പാടില്ല എങ്കിൽ രണ്ട് തരത്തിലുള്ള ഒരു എക്സ്ട്രീം സ്വഭാവം രൂപപ്പെടുകയാണ് ചെയ്യുക. അതൊന്ന് ഒരു ജീവിത വിരക്തി കാണിക്കുന്ന ഒരു വളരെ ആധ്യാത്മികപരമായ ഒരു കാഴ്ചപ്പാട്, ജീവിതത്തോട് മുഴുവൻ ബന്ധങ്ങൾ ഇല്ലാതാവുകയും അത് ആരാധനാലയങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു മൊണാസ്റ്റിസിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് രൂപപ്പെടുന്നു. അതല്ല എങ്കിൽ ശക്തമായ ഭൗതികതയോട് ഭൗതിക പ്രമത്തത കാണിക്കുന്ന മെറ്റീരിയലിസ്റ്റിക് ആയ ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുന്നു. ഇതിനേക്കാളും അപ്പുറം യഥാർത്ഥത്തിൽ വേണ്ടത് സിറാത്തും മുസ്തഖീമാണ്, ഒരു സ്ട്രെയിറ്റ് ആയ ശരിയായ പാതയാണ്. മനുഷ്യൻ്റെ സകല തരത്തിലുള്ള അവൻ്റെ പ്രവണതകളെയും, നല്ലതാണെങ്കിലും തിന്മയാണെങ്കിലും ആ പ്രവണതകളെ ശരിയായ മാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ജീവിത വ്യവസ്ഥയ്ക്കാണ് മനുഷ്യന് പരിപൂർണമാവുന്ന തരത്തിലുള്ള നീതി വിതരണം ചെയ്യാൻ കഴിയുകയുള്ളൂ. നീതി സംവേദനം അപ്പോൾ മാത്രമേ ചെയ്യപ്പെടുകയുള്ളൂ എന്ന് മൗദൂദി സാഹിബ് പറയുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഹേഗൽ ഓർ മാർക്സ് ക ഫൽസഫെ താരീഖ് എന്ന് പറയുന്ന ഹേഗലിൻ്റെയും മാർക്സിൻ്റെയും ചരിത്രത്തെക്കുറിച്ചുള്ള തത്വചിന്ത എന്ന് പറയുന്ന മൗദൂദി സാഹിബിൻ്റെ രചനയിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ മൗദൂദി സാഹിബ് ക്യാപിറ്റലിസത്തെയും ശക്തമായി അവലോകനം ചെയ്യുന്നത് നമുക്ക് കാണാം. ക്യാപിറ്റലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നു, സാമ്പത്തികമായ ദുരുപയോഗം സംഭവിക്കുന്നു. അതുപോലെ തന്നെ അസമത്വങ്ങൾ, സാമ്പത്തികമായ അസമത്വങ്ങൾ രൂപപ്പെടുന്നു. പലിശ ഈ ഒരു സാമ്പത്തിക വ്യവസ്ഥയുടെ അടിസ്ഥാനമായി മാറുന്നു. ആ പലിശ സാമൂഹികമായ ഒരുപാട് അരക്ഷിതാവസ്ഥ രൂപപ്പെടുകയും ശക്തന്മാർക്ക് കൂടുതൽ മേധാവിത്വം നൽകുന്ന ഒരവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്നതായി മൗദൂദി സാഹിബ് അതിനെ അവലോകനം ചെയ്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കമ്മ്യൂണിസത്തെ പോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് ചിന്തയും ദൈവനിരാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ്. അല്ലെങ്കിൽ തന്നെ ക്യാപിറ്റലിസ്റ്റ് ചിന്തയിൽ ദൈവബോധമുണ്ടെങ്കിൽ പോലും ആ ദൈവിക ബോധത്തെ പോലും തങ്ങളുടെ സാമ്പത്തിക മെച്ചത്തിന് ഉപയോഗിക്കുന്ന സാഹചര്യത്തിലേക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുന്ന ഒരു അവസ്ഥയായിരിക്കും അവർക്കുണ്ടാവുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് മെക്കാനിസം പോലും, മാർക്കറ്റിൻ്റെ അതായത് കമ്പോളത്തിൻ്റെ രീതികൾ പോലും അനീതിയുടെയും അതുപോലെ തന്നെ കുത്തകൾ നിലനിർത്താനുള്ള ഒരു സാഹചര്യത്തിൻ്റെയും ഒരു സൃഷ്ടിപ്പായിരിക്കും ക്യാപിറ്റലിസ്റ്റ് സംവിധാനത്തിൽ ഉണ്ടാവുക എന്ന് മൗദൂദി സാഹിബ് അവലോകനം ചെയ്യുന്നുണ്ട്. ഈ തരത്തിൽ അത് ജനാധിപത്യം, സെക്കുലറിസം, നാഷണലിസം, അതുപോലെ തന്നെ ലിബറലിസം, ഡാർവിനിസം, ക്യാപിറ്റലിസം, സോഷ്യലിസം എന്ന് തുടങ്ങിയ വിവിധ പ്രത്യയശാസ്ത്രങ്ങളെ ശക്തമായ ഭാഷയിൽ അവലോകനം ചെയ്യുകയും അതിന് ബദലായി യഥാർത്ഥത്തിൽ ഇസ്ലാമാണ് വരേണ്ടതെന്നും അപ്പോൾ മാത്രമാണ് ഒരു പരിപൂർണമായ നീതി, സാമൂഹികമായ നീതി, ഈക്വിറ്റി, ഒരു സമദ്ഭാവന നടപ്പിലാവുകയും ചെയ്യുള്ളൂ എന്ന് മൗലാന മൗദൂദി ഈ ഇസങ്ങളെയും സംവിധാനങ്ങളെയും അവലോകനം ചെയ്തുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാം. ഈ രീതിയിലൂടെ ഇസ്ലാമിനെ ഇതര പ്രത്യയശാസ്ത്രങ്ങളെക്കാളും അപ്പുറം, മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങളെക്കാളും അപ്പുറം അള്ളാഹു പ്രദാനം ചെയ്ത ഹക്കിൽ നിന്നുള്ള സത്യവാനിൽ നിന്നുള്ള ഒരാശയം എന്ന നിലയിൽ ഇതാണ് സ്വീകരിക്കേണ്ടതെന്നും അതുകൊണ്ടാണ് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുത്ത് ദീൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മൗദൂദി സാഹിബ് ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് കാണാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.